ഒന്നിച്ച് ജനിച്ച്, ഒന്നിച്ച് പഠിച്ച്, ഒന്നിച്ച് PhD നേടി, ഏറ്റവും ഒടുവിൽ ഒന്നിച്ച് സർക്കാർ ഉദ്യോഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ അങ്ങോട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു, ശ്രമങ്ങളും എല്ലാ കാര്യങ്ങളും. അപ്പം അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് എല്ലാം ഒരുമിച്ച് കിട്ടി. PhD ഒരുമിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതൊരു വലിയൊരു ഭാഗ്യമാണ്, കാരണം അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അടുത്തടുത്ത റാങ്ക്, അതാണ് വലിയ അത്ഭുതം എന്ന് പറയും. നമ്മൾ ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പം നമ്മൾ എവിടെയായിരിക്കുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയില്ല, പക്ഷെ നോക്കുമ്പോൾ തൊട്ടടുത്ത് രണ്ടാളെ പേര് കാണുമ്പോൾ നമുക്ക് എന്താ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ ചേച്ചി അനിയത്തിയാണ് അവരെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നിമിഷം ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്, കാരണം ഇവരുടെ ഒരു PhD ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെയാണ് ഞങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമസ്കാരം. ഇരട്ടക്കുട്ടികൾ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ പലർക്കും ഒരു കൗതുകമാണ്. അപ്പോഴാണ് കോഴിക്കോട് ചാലപ്പുറം സ്വദേശികളായ ഇരട്ട സഹോദരന്മാർ ഒന്നിച്ച് ജനിച്ച്, ഒന്നിച്ച് പഠിച്ച്, ഒന്നിച്ച് PhD നേടി, ഏറ്റവും ഒടുവിൽ ഒന്നിച്ച് സർക്കാർ ഉദ്യോഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. കോഴിക്കോട് ചാലപ്പുറം സ്വദേശികളായ PK വൈശാഖും PK വിഷ്ണുവുമാണ് ഇത്തരത്തിൽ സഹകരണ വകുപ്പിൽ ഒരേ തസ്തികയിലേക്ക് ഒരേ സമയത്ത് ജോലിയിൽ പ്രവേശിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. റാങ്ക് ലിസ്റ്റിലും ഇവരുടെ നമ്പറുകൾ 58, 59 അടുത്തടുത്തായിരുന്നു. അങ്ങനെ ഒരു കൗതുകം കൂടി ഇതിനകത്തുണ്ട്. എന്തൊക്കെയായാലും മറുനാടൻ ഇന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ യാത്രകളിലും ഒന്നിച്ച് ചേർന്ന് നടക്കുന്ന സഹോദരങ്ങളെയാണ്. PK വൈശാഖിന്റെയും PK വിഷ്ണുവിന്റെയും വിശേഷങ്ങളിലേക്ക് വളരെ സന്തോഷമാണ്, കാരണം നമ്മളെ എപ്പോഴുള്ള ആഗ്രഹം എന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നേടുക എന്നുള്ളത്, ചെറുപ്പം മുതൽ തന്നെ. അപ്പം നമ്മൾ 10 വരെ ഒരുമിച്ച് പഠിച്ചു. അതിനുശേഷം പിന്നെ +2 ഡിഗ്രിയും PG ഒക്കെ വ്യത്യസ്ത കോളേജുകളായിരുന്നു. പിന്നെ നമ്മൾ PhDക്ക് വേണ്ടി ഒരുമിച്ച് ജോയിൻ ചെയ്തു. പിന്നെ നമ്മുടെ അങ്ങോട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു, ശ്രമങ്ങളും എല്ലാ കാര്യങ്ങളും. അപ്പം അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് എല്ലാം ഒരുമിച്ച് കിട്ടി. PhD ഒരുമിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതൊരു വലിയൊരു ഭാഗ്യമാണ്, കാരണം അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഞങ്ങൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ബാങ്കിലാണ്, ചേളന്നൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ്. അവിടെ നമ്മൾ ഒരു ദിവസം തന്നെ നമ്മൾ ജോയിൻ ചെയ്തു. അതുപോലെ അവിടുന്ന് നമ്മൾ ജോലി ഇടയ്ക്ക് തന്നെ പഠിച്ചു, ഒരു സർക്കാർ ജോലിയിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചു. അതും നമ്മൾ ഒരുമിച്ച് ലിസ്റ്റിൽ വന്നു. അടുത്തടുത്ത റാങ്ക്, അതാണ് വലിയ അത്ഭുതം എന്ന് പറയും. നമ്മൾ ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പം നമ്മൾ എവിടെയായിരിക്കുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയില്ല, പക്ഷെ നോക്കുമ്പോൾ തൊട്ടടുത്ത് രണ്ടാളെ പേര് കാണുമ്പോൾ നമുക്ക് എന്താ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ ഒരുമിച്ച് അഡ്വൈസ് വന്നു, ഒരുമിച്ച് സർക്കാർ ജോലി കയറാൻ പോവാണ്. അപ്പം വളരെയധികം സന്തോഷം ഈ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റിയതിൽ. അതെ, ഇപ്പം ഇവിടെയും അതെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾ എല്ലാത്തിലും ഒന്നിച്ചാണ്. വിവാഹം കഴിച്ചിരിക്കുന്നത് സഹോദരിമാരെ തന്നെയാണ്. അതെ, രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടുള്ളത് വയനാട് സ്വദേശിയായിട്ടുള്ള സിന്ധു സീത എന്നവരാണ്. രണ്ടുപേരും ചേച്ചി അനിയത്തിയാണ്, ഒരു വീട്ടിൽ നിന്നാണ്. അതും എന്താണ് പ്രതീക്ഷിക്കാതെ വന്നൊരു കാര്യമാണ്. എന്നാൽ പോലും ഞങ്ങളുടെ നേട്ടത്തിൽ അവരുടെ പങ്കും വലുതാണ്. കല്യാണത്തിന് ശേഷം ആ സമയത്തൊക്കെ ഞങ്ങൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ. പിന്നീട് PSC ട്രൈ ചെയ്തു. പിന്നെ മറ്റൊരു നമ്മൾ PSC രണ്ടുപേരും ഒരേ സമയത്ത് പരീക്ഷ എഴുതുമ്പോഴും നമ്മളെപ്പോഴും ആഗ്രഹം എന്ന് പറയുന്നത് രണ്ടുപേരും നമ്മൾ എഴുതുന്ന എക്സാമുകളിലൊക്കെ ഒരുപോലെ വരണം എന്നാണ്. നമ്മൾ ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു. PG കഴിഞ്ഞ സമയത്ത് നമ്മൾ നെറ്റ് എക്സാം എഴുതിയിരുന്നു. നെറ്റ് എഴുതിയ സമയത്ത് നമുക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ രണ്ടുപേർക്കും ഒരുമിച്ച് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അതും അത്ഭുതമാണ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഒരേ മാർക്കിലാണ് നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അതിനുശേഷം പിന്നെ JRF വേണ്ടി നമ്മൾ ട്രൈ ചെയ്തു. രണ്ടുപേരും JRFും ക്വാളിഫൈ ചെയ്തു. അതും സന്തോഷമായിരുന്നു. അപ്പം രണ്ടുപേരും JRF ക്വാളിഫൈ ശേഷം പിന്നെ PhDക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. അപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് വേക്കൻസി വന്നപ്പോൾ രണ്ടുപേരും അവിടെ അപ്ലൈ ചെയ്തു. രണ്ടുപേർക്കും അവിടെ തന്നെ ഒരുമിച്ച് ചെയ്യാൻ പറ്റി. പിന്നീട് അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ എക്സാമുകളൊക്കെ എഴുതാൻ തുടങ്ങിയത്. പ്രതീക്ഷിക്കാതെ 7 ലിസ്റ്റോളം PSCയുടെ 7 ലിസ്റ്റുകളിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതും ഒരു പ്രത്യേകതയാണ്, കാരണം ഞങ്ങൾ രണ്ടുപേരും എഴുതിയ 7 എക്സാമുകളിലും ഒരേപോലെ തന്നെ പഠിച്ചത്, ഒരേ രീതിയിലാണ് നമ്മൾ ശ്രമിച്ചത്. പക്ഷെ രണ്ടുപേരും ഒരേ ലിസ്റ്റുകളിൽ വന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ 58, 59 അടുത്തടുത്ത റാങ്കിൽ വന്നു. അപ്പോൾ അത് വളരെ സന്തോഷമാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പറ്റി, ഒരേ റാങ്ക് ലിസ്റ്റിൽ ഒരേ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റി, ഒരേ ബ്രാഞ്ചുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതുവരെ ഒരുമിച്ചാണ് നിന്നത്. അപ്പം ഒരു സർക്കാർ ജോലിക്ക് വരുമ്പോൾ ഒരുമിച്ച് വരണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ സാധ്യമായിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവരെ രണ്ടുപേരെയും കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാതെ തരമില്ല. ഇവരുടെ അമ്മയാണ് നമ്മൾ ഏറ്റവും ആദ്യം പരിചയപ്പെടുന്നത്, മല്ലിക അല്ലേ. ഇപ്പം 2 മക്കളും ഒന്നിച്ചു ഒരേ സമയം സർക്കാർ സർവീസിലേക്ക് കയറുകയാണ്. എന്താണ് പറയാനുള്ളത്?
എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷം പറയാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. എൻ്റെ മക്കളെ അങ്ങനെ നല്ല വാശിയോട് കൂട്ടിയിട്ട് ഇരുന്ന് രണ്ടാളും ഒരുമിച്ച് 10ാം ക്ലാസ് വരെ ഒരുമിച്ചിരുന്നിട്ടവ. പിന്നെ 10ാം ക്ലാസ് ആയപ്പം വേറെ, പിന്നെ ബികോം കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ഘട്ടത്തിലേക്ക് ഒരു പോകും. അപ്പം പിന്നെ PhD എടുക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഓരോ സംശയം അവരോട് ചോദിക്കും, ഇനി എന്താ മോനെ, ഇനി എന്താന്ന്. അപ്പോൾ MCOM കഴിഞ്ഞപ്പോൾ ഞാൻ അത് ചോദിച്ചതാ. അപ്പം ഇനിയുണ്ട് അമ്മ, കുറേ പഠിക്കുകയാണെങ്കിൽ കുറേ പഠിച്ചു പോവാണ്ട്. അങ്ങനെ ഓരിങ്ങനെ പഠിക്കും. ചെറുപ്പത്തിലേ ഒരു നല്ല പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. ഇത് വൈശാഖിന്റെ ഭാര്യ സിന്ധു ആണ്. ഇദ്ദേഹവും PhD കഴിഞ്ഞ് ഡോക്ടറായിട്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പം ഭർത്താവ്, അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവും അവരും സഹോദരങ്ങളാണ്. അപ്പൊ എന്താണ് പറയാം? വളരെയധികം സന്തോഷം. ഞങ്ങൾ ചേച്ചി അനിയത്തിയാണ് ഇവരെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നിമിഷം ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം ഇവരുടെ ഒരു PhD ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെയാണ് ഞങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സോ ഇവരുടെ ഓരോ സ്ട്രഗ്ലിംഗ് പീരീഡും ഇവരുടെ ഓരോ ഹാർഡ് വർക്കും അത്രയും ഇവർ കഷ്ടപ്പെടുന്നത് നേരിട്ട് കണ്ട ഒരു വ്യക്തികളാണ് ഞങ്ങളപ്പോൾ. ഒരുപാട് അവരെ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സക്സസിന്റെ കൂടെയും അവരെ കൂടെ നിൽക്കാൻ പറ്റുമ്പോൾ ഭയങ്കര അധികം അഭിമാനവും സന്തോഷവും തോന്നുന്നു. വിഷ്ണുവിന്റെ ഭാര്യ ക്യാരിയിങ് ആണ്. അപ്പോൾ ഏകദേശം ഡെലിവറി ഡേറ്റ് ആയി അവള് വീട്ടിലാണുള്ളത്. ഞങ്ങൾ വയനാട്ടിലാണ്. ഞങ്ങള് വയനാടാണ് സ്വദേശം. അപ്പൊ അവിടെയാണുള്ളത്. അവിടെയും എല്ലാവർക്കും സന്തോഷം. അച്ഛനും അമ്മയും എല്ലാവരും അഭിമാനത്തിന്റെ നിമിഷങ്ങളിലാണ്. കാരണം 2 മക്കളെ ഒരു കയ്യിൽ പിടിച്ച് ഇവരെ ഏൽപ്പിച്ചു, ഒരു കുടുംബത്തിൽ ഏൽപ്പിച്ചു. അപ്പൊ അവർക്ക് എന്നും അഭിമാനം മാത്രമേ ഉള്ളൂ എല്ലാവരുടെ മുന്നിൽ. വളരെ സന്തോഷം.